ദേശീയ വിദ്യാഭ്യാസ നയം തള്ളി വീണ്ടും പ്രാദേശികവാദവുമായി തമിഴ്നാട് സർക്കാർ. ഇംഗ്ലീഷ്, തമിഴ് എന്നീ രണ്ട് ഭാഷകൾക്ക് മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ പുതിയ വിദ്യാഭ്യാസ നയം പൂർത്തിയാക്കി. തമിഴ്നാടിന് സവിശേഷ സ്വഭാവം ഉണ്ട് എന്നാണ് അവകാശവാദം. രാജ്യത്ത് വിദ്യാഭ്യാസ മേഖലയുടെ നിലവാരം ഉയർത്തുന്നതിനും നടപടികൾ ഏകീകരിക്കുന്നതിനുമായി കേന്ദ്ര സർക്കാർ രൂപീകരിച്ച വിദ്യാഭ്യാസ നയവും അതിന്റെ ഭാഗമായുള്ള ത്രിഭാഷാ നയവും തള്ളിക്കൊണ്ടാണ് തമിഴ്നാട് സർക്കാർ പുതിയ വിദ്യാഭ്യാസ നയം പുറത്തിറക്കിയത്. നേരത്തെ തമിഴ്നാട്ടിലെ മക്കൾ തമിഴ് മാത്രം പഠിച്ചാൽ മതിയെന്നും ഹിന്ദിയും ഇംഗ്ലീഷും ആവശ്യമില്ലെന്ന് വാദിച്ചുകൊണ്ട് അനാവശ്യ പ്രാദേശിക വാദമുണ്ടാക്കാൻ DMK ശ്രമിച്ചിരുന്നു. നിലവിൽ തമിഴും ഇംഗ്ലീഷും ഉൾപ്പെടുത്തി ഹിന്ദിയെ ഒഴിവാക്കിക്കൊണ്ടാണ് പുതിയ നയം പുറത്തിറക്കിയത്. തമിഴ്നാടിന് സവിശേഷ സ്വഭാവമുണ്ടെന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് മുഖ്യമന്ത്രി M.K. സ്റ്റാലിന്റെ നടപടി. തമിഴ്നാട്ടുக்குன்னு எல்லாத்தையும் ஒரு யூனிக் கேரக்டர் இருக்கு, முற்போக்கான சிந்தனை இருக்கு. தாய்மொழி தமிழ் நம்மோட அடையாளமா பெருமிதமா இருக்கும். முக்கியமா தமிழும் ஆங்கிலமும் என்கிற இருமொழி கொள்கைதான் நம்மளோட உறுதியான கொள்கையாக இருக்கும். மீண்டும் சொல்றேன், ഇരുമൊഴി കൊள்கைதான் നമ്മുടെ ഉറുതിயான കൊள்கை. വിദ്യാഭ്യാസം പൂർണ്ണമായും സംസ്ഥാന സർക്കാരിന്റെ അധികാര പരിധിയിൽ കൊണ്ടുവരണമെന്ന് ഉദയനിധി സ്റ്റാലിനും അവകാശപ്പെട്ടു. പ്രാദേശികവാദത്തിന്റെ പേരിൽ ദേശീയ തലത്തിൽ നടപ്പാക്കുന്ന വിദ്യാഭ്യാസ നയം തള്ളിക്കൊണ്ട് മുൻപോട്ടു പോകുന്നത് തമിഴ്നാട്ടിലെ വിദ്യാഭ്യാസ മേഖലയ്ക്കും കുട്ടികളുടെ ഉപരിപഠനത്തിനും ദോഷം ചെയ്യുമെന്ന വിമർശനം ശക്തമാണ്. ജനം, ഡൽഹി.